ചെന്നൈ വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അടയാർ ആനന്ദഭവനിലാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇന്ന് എന്നോടൊപ്പം കുറച്ച് ആളുകളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ബാല, ആഫ്റ്റർ ലോങ് ടൈം യു ആർ ഇൻ മൈ വീഡിയോസ്. After a long time, welcome back to Arjun Vlog Tiva. ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടി ഉണ്ട്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വ്ളോഗറാണ്, പക്ഷേ വ്ളോഗ് ചെയ്യാൻ മറന്നൊരു വ്ളോഗറാണ്. ഒരു കാര്യം ലേസിനെസ് ആണ്, മറ്റേ കാര്യം കണ്ടന്റ് ഒന്നും കിട്ടാതെ കൊണ്ടാ. അതെ, വലിയ കാര്യത്തിൽ മെനു ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എന്നിട്ട് എന്താ അവസാനം ഓർഡർ ചെയ്യാൻ പോകുന്നത് ഒരു പാവം പിടിച്ച നെയ് റോസ്റ്റിനെ. പക്ഷേ യൂട്യൂബിലെ നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര പാവമൊന്നല്ല കേട്ടോ. അതുകൊണ്ട് ഈ ഗോപുരം പോലെ ഒരു രാജാവിൻ്റെ കിരീടം പോലെ നിൽക്കുന്ന ഇവനാണ് നമ്മുടെ ഇന്നത്തെ ഇര. അവൻ്റെ ഒപ്പം നല്ല സാമ്പാറും തേങ്ങാ ചട്നിയും പുതിന ചട്നിയും പിന്നെ ഉള്ളി ചട്നിയും ഉണ്ട്. பல பாருங்க, எங்களோட ஃபுட்டு வந்துச்சு. உங்க ஃபுட்டு வரலையே. മസാല ദോശ ചെന്നൈക്ക് വന്നല്ലോ. അപ്പോ എന്താ കുട്ടാപ്പി കൊണ്ടുവരാത്ത? വ്യൂവേഴ്സ്, കുട്ടാപ്പി അർജുൻ ചേട്ടന്റെ കാറാണ്. ഓക്കെ, എന്താ കുട്ടാപ്പി എവിടെയാ? അപ്പോൾ കുട്ടാപ്പീനെ അവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ പെട്രോൾ ക്യാഷും അതുപോലെ ടോളിൻ്റെ ക്യാഷൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് ആണല്ലോ നല്ലത്. പക്ഷേ ഇന്ത്യൻ റെയിൽവേസ് നമ്മളെ ചതിച്ചു, വെയിറ്റിംഗ് ലിസ്റ്റാക്കി കളഞ്ഞു തന്നെ. അതുകൊണ്ട് ഞാൻ ബസ്സിലാണ് വന്നത്. അപ്പോൾ തൽക്കാലം കുട്ടാപ്പിയെ മിസ് ചെയ്യുന്നുണ്ട് 3-4 ദിവസത്തിന്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നാട്ടിലാകുമ്പോൾ അവന് നല്ല ഓട്ടമാണ്. ഇപ്പോൾ അവൻ കുറച്ച് റെസ്റ്റിലാണ്. നമ്മുടെ ഈ ഗോപുരം പോലുള്ള നെയ് റോസ്റ്റ്, ആക്ച്വലി എനിക്ക് കേരളത്തിൽ ഇങ്ങനത്തെ നെയ് റോസ്റ്റ് കിട്ടാറില്ല കേട്ടോ. ഇവിടെ തമിഴ്നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ നെയ് റോസ്റ്റ്, അതുപോലെ പച്ച ചട്നി, ഇതൊക്കെ പിന്നെ കേരളത്തിലും കിട്ടും. പാവം ബാലയുടെ ഫുഡ് മാത്രം ഇതുവരെ വന്നിട്ടില്ല. ആ വിഷമത്തിലാണ് ബാല. എൻ്റെ അടിപൊളി മസാല ദോശ കണ്ടോ ഗൈസ്? അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, അത് കറക്റ്റ് അന്ന്. ബാലയുടെ മിനി ടിഫിനിൽ എന്തൊക്കെ ഉണ്ട്? ഇഡ്ഡലി ഉണ്ട്, വട, പൊങ്കൽ, കുറെ ചട്നിയുണ്ട്. നമുക്ക് അറ്റാക്കിങ് തുടങ്ങാം. ഫുഡ് അറ്റാക്കിങ് തുടങ്ങാന്ന്. അടിപൊളി. അതിലൊന്നും കഴിച്ചേ നോക്കിയില്ലല്ലോ. ഒരു വായി കഴിച്ചപ്പോഴേക്കും അടിപൊളി. കുഴപ്പമില്ല. മസാല ദോശ മാത്രമല്ല, എല്ലാ ഐറ്റംസും നന്നായിട്ടുണ്ട്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ? ഇവിടെ ജെനുവിൻ റിവ്യൂ അറിയണമെങ്കിൽ ഇവിടുന്ന് ചോദിക്കണം. അതായത് തമിഴ്നാട്ടിലെ നെയ് റോസ്റ്റ് കേരളത്തിനേക്കാളും ഒരു പടിക്ക് ബെറ്റർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കൊള്ളാം. ദിലീപിന്റെ ഫാനല്ലേ? ഭയങ്കരമായിട്ട് ദിലീപ് ഫാനാ. അപ്പൊ അല്ലല്ല, പറഞ്ഞോ. பால, அவங்க திலீப் ஃபேன். நம்ம 2 வாட்டி திலீப் வீட்டுக்கு முன்னாடி போயிருக்கோம். എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊരു ദിവസം കണ്ടാൽ ഭയങ്കര സന്തോഷമായിരിക്കും. എന്താ, ഞാനൊരു പഴയ മൂവീസ് കാണുന്നത് ഒരാളാണ്. ഓ, പഴയതെന്ന് പറഞ്ഞാൽ എത്ര പഴയത്? പഴയത് മീൻസ് ദിലീപ് പഴയ മൂവീസ് ലൈക്ക് കല്യാണരാമൻ, നമ്മുടെ CID മൂസ ടൈപ്സ്. ഓക്കെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാ ദിലീപിന്റെ നെക്സ്റ്റ് മൂവി ഏതാ പറ? നെക്സ്റ്റ് മൂവി ഏതാ? അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. അതായത് ദിലീപ് ഒരു മൂവി സൈൻ ചെയ്തിട്ടില്ലാന്നോ ഇപ്പോ? നല്ല ദിലീപിന്റെ നല്ല ഫാനാണ്. ദിലീപിന്റെ അടുത്ത സിനിമ ഏതാന്ന് അറിയില്ല. എന്റെ അറിവില് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരുന്നുണ്ട് വിഷുവിന്. അതൊരു കോമഡി പടം. വിഷു അല്ല, എമ്പുരാൻ. വിഷു അല്ല, അതിന് മുന്നേ March 27. അപ്പുറം നമ്മ തലപ്പടം ഗുഡ് ബാഡ് അഗ്ലി April 10. തല ഫാനാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, ബട്ട് സ്റ്റിൽ തല ഫാനാണ്. തല എല്ലാ 2 മാസം കൂടുന്ന ഒരു സിനിമ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ബാല എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാനൊക്കെ ഇപ്പോൾ ഇതാണ്ട് ഇപ്പോഴും ഇതിൻ്റെ ഓരോരുത്തർക്കും ബാല എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് കൊടുക്കും.
அது கீயாக இருக்குது ஆ? அது ரொம்ப கீயாக இருக்கா ഇവിടെ ഈ ഔട്ട്ലെറ്റിൽ ഫസ്റ്റ് ടൈം ആണോ? ഇവിടെയോ? ആ. ഈ A2B അല്ല മുന്നേ വന്നിട്ടുണ്ട്. நல்லா இருக்கு. இந்த என்னது பைனாப்பிள் கேசரி கேசரி டீ டாப் நீங்கள் D-top. ഇല്ല, ഇല്ല. കേസരി പൊങ്കൽ ഇതൊക്കെ പുറത്താണ് നന്നായി കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ கெபாப் കിട്ടുമല്ലോ. கோட் கெபாப் கோட் No. പൊങ്കലും ഓക്കെ, அந்த அளவுக்கு இல்லைனாலும் ஓகே. வெறும் நட்ஸ் தான் இருக்குது, கேஷ்யூஸ் தான் இருக்குது. எனக்கு பிடிச்சது இங்கே பொங்கல் நல்லா அப்படியா? நான் பொங்கல் வீட்ல பொங்கல் தனியாக சாப்பிடணுமா இல்லை ஏதாவது சட்னி கூட்டி சாப்பிடணுமா? சாம்பார் சாம்பார் கூட. Guys, ഞാനും ഒരു വ്ളോഗ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഇറങ്ങും. ബിക്കോസ് ഞാൻ വ്ളോഗ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇടണം. ഓ, എഡിറ്റിംഗ് ഒന്നും ചെയ്യില്ല, ചുമ്മാ അങ്ങനെ അങ്ങോട്ട് എല്ലാം കൂടി അങ്ങോട്ട് ചേർത്തിട്ട് അങ്ങോട്ട് ഇടും. എല്ലാ ക്ലിപ്പും ഒന്നാം എഡിറ്റിംഗ് ചെയ്യും, പക്ഷേ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഇന്ന് തന്നെ ഇറങ്ങും. അതായത് അത്ര എക്സൈറ്റ്മെന്റ് ആണ്. 1x கிடையாது, எல்லாம் 2x എല്ലാം 2x. ഞാൻ കുറച്ച് ടൈം എടുത്തു, കാരണം എനിക്ക് ഇനിയും 2-3 വ്ളോഗ് ഇടാറുണ്ട്. ഞാൻ ചെന്നൈയിൽ വന്നത് തന്നെ വ്ളോഗ് ഇട്ടിട്ടില്ല ഇതുവരെ. ആ അതല്ലേ. நான் ராவில பொதுவே பூரி அவ்வளோ ப்ரிஃபர் பண்ண மாட்டேன். ஏன்னா இது சாப்பிட்டா அப்புறம் தூக்கம் வந்துடும். பொங்கல் சாப்பிட்டா தூக்கம் வந்துடும். எனக்கு எது சாப்பிட்டாலும் தூக்கம் வந்துடும். അശ്വതി, രാവിലെ എന്താ പൊതുവെ കഴിക്കുക? രാവിലെ ഞാൻ മുട്ട കോഫി മാത്രമേ കഴിക്കാറുള്ളൂ. ഓ, ഡയറ്റ് കൺസേൺ. ഡയറ്റ് അങ്ങനെ ഡയറ്റ് അല്ല, കുറച്ചൊക്കെ ഏകദേശം പറയാം. ഓക്കെ ഓക്കെ. സി, ഞാനൊരു നെയ്റോസ്റ്റ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാലവിടെ നല്ല പോളിംഗ് ആണ്. ഒരു മിനി ടിഫിനും അതുപോലെ ഒരു പൂരിയും കംപ്ലീറ്റ് ചെയ്തു. വളരെ ഫാസ്റ്റാണ് ബാല. ബാല, ടീ ഓർ കോഫി? കോഫി நெக்ஸ்ட் அவ்வளோதான். ഇത് പറ്റാതെ ഇന്നും ഏതാவது വാങ്ങണം. சரி, ஒரு வடை எடுக்கிறேன். எடுத்துக்கோ. ഞാൻ ഒരു വട എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അത് ബാലസാറുടെ വടയാണ് ഗൈസ്. ബാലാസിന്റെ വട ഞാൻ എടുത്തു ഗൈസ്. உங்களோட வடை நீங்க எடுக்கலன்னா அது அஸ்வதி எடுப்பாங்க. ബാലസ പണിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത്. மிக சொல்லுங்க. காஃபி அது காஃபி காஃபி 3 காஃபி, கொஞ்சம் ஃபில்டர் காஃபி, ஒரு கிளாஸ் ஹாட் வாட்டர். കോഫി ഒത്തിരിയാ? 3 காஃபி 3 காஃபி. ഒറ്റയ്ക്കാവുമ്പോൾ ഫുഡ് വ്ളോഗ് എടുക്കാൻ കുറച്ച് മടിയാണ്. കാരണം മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും, എന്ത് നോക്കുന്നൊക്കെ പറയും. 3 പേരോ 4 പേരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ആ പ്രശ്നമില്ല. അതെ, നല്ല ജോലിയായിട്ട്. അല്ല, അശ്വതിയുടെ യൂട്യൂബ് ചാനൽ അത് ഞാൻ ചോദിച്ചല്ലേ, ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്യും. എല്ലാ വ്ളോഗേഴ്സും ആൾക്കാർക്ക് ബോറടിക്കും. എല്ലാ വ്ളോഗേഴ്സും തന്നെയാണ് ഗൈസ് പ്രശ്നം. കണ്ടന്റ് കിട്ടാനില്ല. ഒരു 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 ഇതിന് രസത്തിന് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങും, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ കണ്ടന്റ് എവിടെ എന്ന് അന്വേഷിച്ച് നടക്കും. ബാല, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാത്തത് നല്ലതാണ്. கண்டென்ட் தெரியாம தேடிட்டு அல்லாடிட்டு இருக்க, நீ என்னோட யூடியூப் சேனல் சொல்லிட்டு இருக்கு. இல்லை, போட வேண்டான்னு சொல்கிறேன். தேவையில்லாமல் எனக்கு ஒரு காம்படிட்டர் வர வேண்டான்னு பார்க்குறேன். ஆல்ரெடி அஸ்வதி எனக்கு காம்படிட்டர் தான். അയ്യോ, பின்னியா வேற இருக்காங்க. just 217
മാത്രമേ ഉള്ളൂ. 217. 270 സബ്സ്ക്ரைபர்ஸ். எனக்கு 5 சப்ஸ்கிரைபர். ஓ இப்போ உங்களுக்கு யூடியூப் சேனல் இருக்கா? ஒரு சப்ஸ்கிரைபர் கூடி 4 வந்து 4 வந்து உங்களோட ஃபேக்குங்க. நீங்களே ஒத்துக்கிட்டீங்க பாருங்க. Shadi, coffee person or tea person? Coffee. Always coffee. Pakka coffee. Okay. ബാല നിങ്ങൾ എപ്പോഴുമേ കോഫി എനിക്ക് തരും, ഫിൽട്ടർ കോഫി. ടീ ആണല്ലോ ബാല സർ. ബാല പക്ഷേ കൂടുതൽ കോഫിയാണ് പ്രിഫർ ചെയ്യുന്നത്. மார்னிங் ஈவினிங் காஃபி கன்ஃபார்ம். ആഫ്റ്റർനൂൺ ടീ. அதுக்கப்புறம் போஸ்ட் மார்னிங் வேக்கப் வந்து டீ தான். அது டீ வேணும், அது இல்லைன்னா சில விஷயங்கள் നടക്കും. ഫങ്ഷൻ ആകാது. എന്നോട് ആരും ചോദിക്കില്ല അല്ലേ? അർജുൻ ചേട്ടന് എന്താ പ്രിഫർ? ഞാൻ ബൂസ്റ്റ്. ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി. ഞാൻ ഈ പൂരിയും കൂടി ഒന്ന് കഴിച്ചു തീർക്കട്ടെ. എന്റെ അനിയത്തി ഉണ്ടാക്കുന്ന കോഫി പോലെ 2 காஃபி சொல்லிருக்கோம். ഇപ്പൊ അനിയത്തിയാവും ഇവിടെ ഷെഫ്. 2 காஃபி சொல்லிருக்கோம். അപ്പോൾ காஃபி அதிகமாக இருக்கும். அப்படியா? എനിക്കിവിടെ രാവിലെ ആകുമ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയത് ഓർമ്മ വരിക. அப்போல்லாம் ஓப்பன் ஆகவே இல்லையே. ഏത് ഡ്രൈവിംഗ് ക്ലാസ്സാണ്? டிரைவிங் கிளாஸ் ஓப்பன் பண்ணல, இங்கெல்லாம் ஓப்பன் பண்ணலையே. ലാസ്റ്റ് നമ്മൾ പോകിற டைமில் தான் இது வந்து ஓப்பன் ஆயிடுச்சு. நீ ரிட்டர்ன் வந்தப்போ கூட வரல அப்பயும் இல்லை. ஆமாம், அப்போ தான் இனோகிரேஷன். அந்த ஐ திங்க் அதுதான் நம்ம ஒரு நாள் வரலான்னு பார்த்தா இது இன்னைக்கு துறையில் வாண்டட் தான் போட்டிருக்காங்க. நம்ம பார்த்தோம். ஆனால் இந்த லொக்கேஷனில் நல்ல ஒரு ரெஸ்டாரண்ட்டு கொஞ்சம் கம்மி தான். ஸோ அதனால் இதை விட்டால் A to B வந்து மரீனா மால் பக்கத்தில் இருக்குது. അത് ഗീതമല്ലേ? അല്ല അവിടെ ഒന്നുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. இந்த சைடு தான் ഉണ്ട് മറീന മാൾ പക്കത്തിൽ இருக்குது. അങ്ങനെ ഒരു വഴിയാ ഫുഡ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെയാണ്, എല്ലാം നല്ല. ஃபுட்டு கம்ப்ளீட் பண்ணலை, அங்கே இருக்கு. അത് കൊഞ്ചം. ഇനി നമുക്ക് കോഫിയിലേക്ക് കിടക്കാം. ആറ്റി കുടിക്കണം. വലിയ ചൂടൊന്നുമില്ല, എന്നാലും ആറ്റി കുടിക്കാം. அர்ஜுன் உனக்கு ஒரு குட் நியூஸ் சொல்லுவோம், பேட் நியூஸ் சொல்லுவோம். முதல்ல காஃபி குடிக்கட்டும், அதுக்கப்புறம் எதுனாலும் இது குடிச்சிட்டு தான் எனக்கு குட் நியூஸும் பேட் நியூஸ். ഇപ്പോൾ ബാല പറയാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സത്യഭാമ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള അടയാർ ആനന്ദ ഭവനിൽ നിന്ന് തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയറിലൂടെ. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.